സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിൽ പലരുടെയും മനസ്സുകളിൽ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ്, നമ്മോട് ആർക്കാണ് ഏറ്റവും സ്നേഹം? നമ്മെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന ചോദ്യത്തിന്റെ ഉത്തരം സത്യസന്ധമായി പലർക്കും ഇന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ കൂടെ കൂടുന്ന പലരും സന്ദർഭവും സാഹചര്യവും കിട്ടിയാൽ തിരിച്ചുകൊത്തുന്ന, കേവലം സ്നേഹപ്രകടനങ്ങളൊക്കെ അഭിനയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന, പല പുഞ്ചിരികൾക്ക് പിന്നിലും വലിയ ചതി കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മളെ കൂട്ടത്തിൽ ഭൂരിപക്ഷം ആളുകളും. ഒരാളുടെ നേട്ടം അത് നേട്ടമായി കാണാനുള്ള മനസ്സല്ല ഇന്ന് ആളുകൾക്കുള്ളത്. മറിച്ച് അവന്റെ നേട്ടത്തിൽ മനസ്സ് വേദനിക്കുകയും മറ്റുള്ളവന്റെ നന്മയും മറ്റുള്ളവന്റെ മാറ്റവും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു മനസ്സുമായി സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും നല്ലൊരു സ്നേഹം കിട്ടാത്തവരാണ് ഇന്നുള്ള പല ആളുകളും. കാരണം അത്ര എളുപ്പത്തിലാണ് ഭാര്യ ഭർത്താക്കന്മാര് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്, അത്ര എളുപ്പത്തിലാണ് മാതാപിതാക്കളെ മക്കൾ കൈവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കാണ് നമ്മളോട് ഏറ്റവും സ്നേഹം, ആരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും, ഒന്നും ചതി നടത്താതെ ഇന്നും നമ്മളെ ഉറക്കത്തിലും ഉണർച്ചയിലും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം എത്രയേറെ തെറ്റുകൾ ചെയ്തിട്ടും ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടും ഇന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്, അതൊക്കെ റബ്ബിന് വലിയ ഇഷ്ടക്കേടാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും ആ തെറ്റുകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന നമുക്ക് ജീവിക്കാനുള്ള വായു, ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, ഇതൊക്കെ അല്ലാഹു തആല നിരന്തരം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് പലരെയും സംബന്ധിച്ചിടത്തോളം ചെറിയൊരു തെറ്റുമതി ആളുകൾക്കത് മനസ്സിൽ കൊണ്ട് നടക്കാൻ. നമ്മളൊക്കെ പറയാറില്ലേ, കുടുംബത്തിൽ ഒരു ചെറിയ സങ്കടമുണ്ടാകുമ്പോ അതിൽ മനസ്സുകൊണ്ട് നടന്ന് ഒരാൾക്കതൊന്ന് പുറത്തു കൊടുക്കാൻ മടിയുള്ളത് കൊണ്ടാണ് പല കുടുംബങ്ങളും ഇപ്പോ അലൗക്യത്തിൽ തന്നെ ജീവിക്കുന്നത്. ആ പൊറുക്കൽ പലർക്കും ഇന്ന് സാധിക്കുന്നില്ലെങ്കിൽ 800 കോടിയിലധികം മനുഷ്യരുള്ള ഈ ലോകത്ത് ഒരാളിൽ നിന്നുള്ളൊരു കാര്യം പോലും പൊറുക്കാതെ മനസ്സിൽ പകയായി കൊണ്ടു നടക്കുന്ന മനുഷ്യർക്ക് മുൻപിൽ അനേകായിരം തെറ്റുകൾ ചെയ്തിട്ടും അനേകായിരം പാപങ്ങൾ ചെയ്തിട്ടും ഇന്നും സ്നേഹക്കുറവ് കാണിക്കാതെ നമ്മെ സഹായിക്കുന്നതും സംരക്ഷിക്കുന്നതും സൃഷ്ടാവായ അല്ലാഹു തആലയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചതും, മനുഷ്യരെ നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റ് കാരണം ഉടനെ തന്നെ അല്ലാഹു തആല നിങ്ങളെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തൊരു മനുഷ്യൻ പോലും ബാക്കിയുണ്ടാവുകയില്ലായിരുന്നു. എന്നിട്ടും തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ, രാത്രി വ്യഭിചരിച്ചവന് രാവിലെ ആയുസ് നെട്ടിക്കൊടുത്ത റബ്ബ്, മറ്റുള്ളവന്റേത് കുത്തിപ്പറിച്ചും കൊള്ളലാഭമെടുത്തും അവനവന്റെ ബാങ്ക് ബാലൻസ് വലുതാക്കിയവന് അവന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ജീവൻ കൊടുക്കുന്ന റബ്ബ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നതും ആ റബ്ബിനോളം
നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റൊരാളും ഈ ലോകത്തില്ല. ഭർത്താവിന് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും തീരുമാനം മാറ്റുന്ന ഉമ്മത്തിനോട് അള്ളാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയ ഒരു വാക്കാണത്. ആ റബ്ബിനോളം നിങ്ങളെ സ്നേഹിക്കുന്നവൻ ഈ ലോകത്ത് മറ്റാരുമില്ല. അതിനേക്കാളേറെ മനുഷ്യൻ ചെയ്തു പോകുന്ന പാപങ്ങൾ പൊറുക്കാൻ ചില പ്രത്യേക കാലവും സമയവും ദിവസങ്ങളും അള്ളാഹു നിശ്ചയിച്ചു തന്നു എന്നുള്ളതും അള്ളാഹുവിന്റെ വലിയൊരു കാരുണ്യമാണ്. റമദാൻ മാസം പോലെ, അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പോലെ അള്ളാഹു മനുഷ്യർക്ക് നിശ്ചയിച്ചു കൊടുത്ത പകരം വെക്കാനില്ലാത്ത ദിനങ്ങളാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ള ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ. ആ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങളെ പറ്റി ഹബീബായ നബി തങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്തി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി, ഈ 10 ദിവസത്തെ കർമ്മങ്ങൾ, അഫ്ളലു മിൻ അമലി ഫീ ഹാദിഹി, ഇതുപോലത്തെ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനില്ല. ഈ 10 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു അമലും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുൻപിൽ ചെയ്യാനില്ല. മറ്റൊരു ഭാഗത്ത് ഉലമാക്കൾ വ്യാഖ്യാനിച്ചു, റമദാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ പോലെ, അതല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന റമദാൻ മാസത്തെക്കാളേറെ അവർക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് കൊടുക്കാനുള്ള ഏറ്റവും പുണ്യത്തിന്റെ ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ. ഇത് കേട്ട സമയത്ത് ഒരു സ്വഹാബി ചോദിച്ചു, ഖാലു വലൽ ജിഹാദ്, റസൂലെ ജിഹാദിനേക്കാളും പുണ്യമാണോ ഈ 10 ദിവസത്തെ അമലുകൾ? ജിഹാദ് എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ മാർഗത്തിൽ ശത്രുക്കളോട് യുദ്ധം നടത്താൻ സ്വന്തം ശരീരവും സമ്പത്തും എടുത്ത് യാതൊന്നും പ്രതീക്ഷിക്കാതെ പുറപ്പെട്ട് ഷഹീദാവുന്ന ഒരു ജിഹാദിന് ഇറങ്ങി പുറപ്പെടുന്നവനേക്കാൾ ശ്രേഷ്ഠതയുണ്ടോ റസൂലെ ഈ 10 ദിവസത്തെ അമലുകൾക്ക്? അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദിനേക്കാൾ നിങ്ങൾക്ക് ഈ 10 ദിവസത്തിൽ കൂലിയുണ്ട്. വീണ്ടും തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യൻ, ഖറജ യുഖാത്തിറു ബിനഫ്സിഹി, അവന്റെ സമ്പത്തും ശരീരവുമായി അവൻ ആ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. ഫലം യർജി ബിശൈഇൻ, പക്ഷെ ആ യുദ്ധക്കളത്തിൽ വെച്ച് അവൻ ഷഹീദായിട്ടുണ്ടെങ്കിൽ ആ ഷഹീദിനേക്കാൾ കൂലി വേറൊരാൾക്കുമില്ല. പക്ഷെ അവൻ ആ യുദ്ധത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ സമ്പത്തുകളും അവന്റെ ശരീരവും ഉപയോഗിച്ച് റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധം നടത്തി തിരിച്ചു വരുന്ന ഒരു ജിഹാദിനേക്കാൾ കൂലിയുണ്ട് ഈ 10 ദിനരാത്രങ്ങളിൽ ഒരടിമ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക്. മറ്റൊരു റിവായത്തിൽ കാണാം, മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ്, ഇതിനേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദിനവും റബ്ബിന്റെ അരികിലില്ല. വലാ അഹബ്ബ ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്രി, ഈ 10 ദിവസത്തേക്കാൾ നന്മ പ്രവർത്തിക്കുന്നവർക്ക് വേറൊരു ദിനങ്ങളും കിട്ടാനുമില്ല. ഈ 10 ദിവസത്തെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ അരികിൽ അതിനേക്കാളും അള്ളാഹുവിന് പ്രിയപ്പെട്ടതായിട്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഫക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം, ഫീഹിന്ന മിനത്ത് തഹ്ലീൽ, നിങ്ങളാ രാവുകളിലും പകലുകളിലും നിങ്ങൾ തൗഹീദിന്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കണം. വത്തക്ബീരി, നിങ്ങൾ തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കണം. നാഥനെ പുകഴ്ത്തിക്കൊണ്ടും റബ്ബിന് ഇഷ്ടപ്പെട്ട അമലുകളെ കൊണ്ടും, വത്തഹ്മീദി, റബ്ബിന്റെ ആ സ്തുതിപാഠത്തോടുകൂടി നിങ്ങൾ ആ റബ്ബിലേക്ക് അടുത്തേക്കൊണ്ടേയിരിക്കണം. കാരണം ഈ 10 ദിനരാത്രങ്ങളെ പറ്റി അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയതാ. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ സാക്ഷ്യപ്പെടുത്തൽ, വൽ ഫജ്ർ വലയാലിൽ അശ്ർ, പുലരി തന്നെയാണ് സത്യം, ഈ 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം. മറ്റൊരു ഭാഗത്ത് റബ്ബ് ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകൾ ഈ നിശ്ചയിക്കപ്പെട്ട ദിനങ്ങളിൽ കൂടുതൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ആ 10 ദിനങ്ങളിൽ 2 ദിനങ്ങൾ നമ്മളെ ജീവിതത്തോട് യാത്ര ചോദിക്കുകയാ. എത്രത്തോളം നമ്മളെ അമലുകൾ അള്ളാഹുവിന്റെ അരികിലേക്ക് ഏൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്? തക്ബീറുകളെ കൊണ്ട്, തഹ്മീദുകളെ കൊണ്ട്. സഹാബാക്കളുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ അവർ ഈ 10 ദിവസം രാവിൽ
ഉറക്കം നീക്കിവെച്ച് അള്ളാഹുവിനോട് അടുത്തുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നാഥന്റെ വിശുദ്ധ ഖുർആൻ നിരന്തരം അവർ പാരായണം നടത്തിയിരുന്നു. സാധ്യമാകുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി ഈ 10 ദിനരാത്രങ്ങളിൽ അവര് സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഈ 10 ദിനങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് കൂടുതൽ അടുക്കാൻ അള്ളാഹു നിശ്ചയിച്ചതായിരുന്നു ഈ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ. എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്ര പ്രത്യേകത? എന്താണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്ന ചോദ്യത്തിന് ലോകത്തുള്ള സർവ്വ ഉലമാക്കളും രേഖപ്പെടുത്തിയത് ഒരേ ഒരു കാര്യം: ഇസ്ലാമിന്റെ 5 സ്തൂപങ്ങളും ഒരുമിച്ച് കൂടുന്ന 10 ദിനം ഈ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങളാണ്. ഇസ്ലാം നിലനിൽക്കുന്നത് 5 സ്തൂപങ്ങളിലാണ്. 1 ഷഹാദത്ത്, 2 നമസ്കാരം, 3 നോമ്പ്, 4 സക്കാത്ത്, 5 ഹജ്ജ്. ഈ 5 കാര്യങ്ങളും ഈ 10 ദിനരാത്രങ്ങളിൽ വരുന്നുണ്ട്. ഒന്നാമത്തത് ഷഹാദത്ത്. ആ ഷഹാദത്തിന്റെ പ്രഖ്യാപനമാണ് ഇന്ന് കാബാലയത്തിങ്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒരേ വസ്ത്രം ധരിച്ച് ഒരേ മനസ്സോടെ, കറുത്തവൻ വെളുത്തവൻ എന്ന വ്യത്യാസമില്ലാതെ, ധനാഢ്യൻ ധനികൻ പാമരൻ എന്ന വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ മുൻപിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ തൗഹീദിന്റെ പ്രഖ്യാപനം, ലോകത്തിന്റെ ഖലീലുള്ള ഇബ്രാഹിം നബിയുടെ മില്ലത്തിന്റെ പ്രഖ്യാപനം. അതാണ് റബ്ബ് ചോദിച്ചതും ഫദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ. അള്ളാഹു തെരഞ്ഞെടുത്ത നബിമാരുടെ കൂട്ടത്തിലെ സുദ്ദീഖായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ, ഉലുൽ അസ്മിൽ അള്ളാഹ് രേഖപ്പെടുത്തിയ പ്രവാചകൻ, ആകാശ ലോകങ്ങളുടെ കൈകാര്യം അള്ളാഹു തആല കാണിച്ചു കൊടുത്ത പ്രവാചകൻ, അള്ളാഹുവിന്റെ ഖലീലായി റബ്ബ് തെരഞ്ഞെടുത്ത പ്രവാചകൻ. അതിനേക്കാളേറെ സ്വർഗത്തിൽ അള്ളാഹു കൊടുത്ത സ്ഥാനം ഈ ലോകത്ത് കാണിച്ചു കൊടുക്കപ്പെട്ട പ്രവാചകൻ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതന് സ്വർഗം കാണിച്ചു കൊടുത്തപ്പോ ആ സ്വർഗത്തിലെ പൂന്തോട്ടത്തിൽ ചെറിയ കുഞ്ഞുങ്ങളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മധ്യവയസ്കനെയും കണ്ടു. ആരെന്ന് ചോദിച്ചപ്പം ജിബ്രീൽ തിരിച്ചു പറഞ്ഞ മറുപടി ഇന്നഹു ഇബ്രാഹിം, അത് ഇബ്രാഹിമാണ്. അള്ളാഹുവിന്റെ സ്വർഗം കൊണ്ട് ഉറപ്പ് ലഭിച്ച ലോകത്തിന്റെ ഖലീലായ ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ് ഇന്ന് മണ്ണിൽ ആളുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഉരുവിട്ട തൽബിയത്തിന്റെ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക. അല്ലാഹുവേ, നിനക്ക് ഞങ്ങൾ ഉത്തരം തന്നിരിക്കുന്നു. നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല റബ്ബേ, നീയല്ലാത്ത മറ്റൊരു മുൽക്കില്ല റബ്ബേ, നീയല്ലാത്ത മറ്റൊരാളും ഞങ്ങൾക്ക് സഹായമില്ല റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തൽബിയത്ത് ചൊല്ലി ഹാജിമാരതിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുഴങ്ങിക്കേൾക്കുന്ന ആ വാക്കുച്ചരിക്കുന്നതിൽ കേരളത്തിൽ നിന്നും പോകുന്ന മുസ്ലിമീങ്ങളുണ്ട്. പക്ഷേ ചിന്തിക്കേണ്ടത്, കേരളത്തിലെ സർവ്വജാറങ്ങളിലും ചെന്ന് ബദരീങ്ങളെ കാക്കണേ, മമ്പർത്ത് തങ്ങളെ കാക്കണേ, മുനബത്ത് തങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹായവും സംരക്ഷണവും തേടി ആ മണ്ണിൽ ചെന്ന് അള്ളാഹുവിനെ പുകഴ്ത്തുന്നവരുടെ വാക്കിന്റെ നിരർത്ഥകത നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കണം. ഇക്കഴിഞ്ഞ ദിവസം പോലും നമ്മൾ കണ്ടു, യാത്രക്കിടയിൽ കാട്ടിൽ നിന്നും ഒരാന ആ വാഹനത്തിന്റെ നേരെ വരുമ്പോ നിന്റെ മമ്പർത്ത തങ്ങളെ എന്ന് വിളിക്കുന്ന ഒരു ഉമ്മത്തിനോട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ചൊല്ലാൻ അർഹത വേണമെങ്കിൽ അല്ലാഹു അല്ലാത്തൊരു മുൽക്കില്ലെന്നും അല്ലാഹു അല്ലാത്തൊരു ഇലാഹില്ലെന്നും എല്ലാ പ്രാർത്ഥനകളും സുജൂദുകളും ആ റബ്ബിന്റെ മുൻപിലെ അർപ്പിക്കാവൂ എന്ന് മനസ്സുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവർക്ക് ആ തൽബിയത്തിന്റെ ഗുണം നാളെ റബ്ബിന്റെ കോടതിയിൽ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതായിരുന്നു ഇബ്രാഹിം നബിയുടെ മാതൃക. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ, വിജനമായ മരുഭൂമിയിൽ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിക്കുമ്പോ, ഒരിറ്റു ദാഹജലത്തിന് വേണ്ടി ഹാജറ റളിയല്ലാഹു അൻഹ മലകൾക്ക് മുകളിലേക്ക് ഓടിക്കയറുമ്പോ, വാപ്പാന്റെ കൈയിലേക്ക് അദ്ദേഹത്തിന്റെ കത്തിമുനയിലേക്ക് തന്റെ കഴുത്ത് നീട്ടിക്കാണിച്ചു കൊടുക്കുമ്പോ ആ പ്രവാചക കുടുംബത്തിന് ഒരൊറ്റ വിശ്വാസം മാത്രമേയുള്ളൂ, ഹസ്ബുനല്ലാ, എനിക്കെന്റെ റബ്ബെന്ന ബോധം. ഏതവസ്ഥയിലും ഏത് സങ്കടത്തിലും ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ഇന്ന് ഹാജിമാർ ആ മക്കയിൽ നടത്തുന്നത്. ആ ഷഹാദത്ത് കലിമ, അതിന്റെ പ്രഖ്യാപനം ഹജ്ജായി അവിടെ നടക്കുന്നു. രണ്ടാമത്തത് നമസ്കാരം. ഇന്ന് ആ നമസ്കാരം ഈ 10 ദിനരാത്രങ്ങളിൽ നമ്മൾ നിർവഹിക്കാറുണ്ട്. മൂന്നാമത്തത് നോമ്പ്. അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച ദുൽഹിജ്ജ മാസത്തിലെ 9ന്റെ നോമ്പ്.